ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 2-ാം അധ്യായമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 13 വരെയുള്ള ശ്ലോകങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതായത് ഭഗവാന്റെ അവതാര സമയം അടുത്തിരിക്കുകയാണ്. ഭഗവാൻ യോഗമായ ദേവിയെ വിളിച്ച് ദേവകിയുടെ 7ാമത്തെ ഗർഭത്തെ ആകർഷിച്ച് അത് രോഹിണിയുടെ ഗർഭത്തിൽ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ദേവകിയുടെ ഗർഭത്തിൽ ഉടനെ തന്നെ പരിപൂർണ സ്വരൂപനായി പ്രവേശിക്കും. അതേസമയം ദേവി എന്ത് ചെയ്യണം? അതായത് യോഗമായ നന്ദഗോപപത്നിയായ യശോദയുടെ ഗർഭത്തിൽ പുത്രിഭാവത്തിൽ പ്രവേശിക്കണം. ദേവിയെ ഭൂമിയിൽ പല സ്ഥാനങ്ങളും പല നാമങ്ങളും നൽകി ആളുകൾ ആരാധിക്കും, പൂജിക്കും. ദേവി അവർക്ക് ഇഷ്ടവരങ്ങളും കൊടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ഇതുവരെയാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത 14ാമത്തെ ശ്ലോകം മുതൽ പഠിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ദ്വിതീയോധ്യായഃ. ശ്ലോകം 14. ശ്രീശുക ഉവാച സന്ദിഷ്ടൈവം ഭഗവതാ തദേത്യോം ഇതി തത്വജഃ പ്രതിഗൃഹ്യ പരിക്രമ്യ ഗാം ഗത തഥാകരോത്. പദച്ഛേദം. സന്ദിഷ്ടൈവം സന്ദിഷ്ട ഏവം ഭഗവതാ തഥാ ഇതി ഓം ഇതി. അതാണ് തദേത്യോമിതി. തഥാ ഇതി ഓം ഇതി. തത് വചഃ പ്രതിഗൃഹ്യ പരിക്രമ്യ ഗാം ഗദാ തത് തഥാകരോത്. തത് തഥാ അകരോത്. അങ്ങനെ നമുക്ക് അന്വയാർത്ഥം നോക്കാം. സന്ദിഷ്ട ഏവം ഭഗവത. ഏവം ഭഗവത സന്ദിഷ്ട. ഏവം ഇപ്രകാരം. അതായത് ഭഗവാൻ യോഗമായാദേവിയോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇപ്രകാരം ഭഗവത ഭഗവാൻ സന്ദിഷ്ട കൽപ്പിച്ചപ്പോൾ, യോഗ മായാദേവിയോട് കൽപ്പിച്ചപ്പോൾ ദേവി എന്തു പറഞ്ഞു? തഥാ ഇതി, അപ്രകാരമാകട്ടെ. ഓം ഇതി, അങ്ങനെ തന്നെ ആകട്ടെ. രണ്ടും ഏകദേശം ഒരേ അർത്ഥം തന്നെ വരും. തഥാ ഇതി, അപ്രകാരമാകട്ടെ. ഓം ഇതി, അങ്ങനെ തന്നെ ആകട്ടെ എന്നും. തത് വച, ആ വാക്യത്തെ പ്രതിഗൃഹ്യ, സ്വീകരിച്ചിട്ട് ഭഗവാൻ പറഞ്ഞതിനെ ഞാൻ അപ്രകാരം ചെയ്തു കൊള്ളാം. ഓം ഇതി തഥാ ഇതി, അപ്രകാരമാകട്ടെ എന്ന് പറഞ്ഞിട്ട് പരിക്രമ്യ, ഭഗവാനെ പ്രദക്ഷിണം ചെയ്തു. ഭഗവാന്റെ ആ അനുഗ്രഹത്തിന് വേണ്ടി ആ ഭഗവാനെ പ്രദക്ഷിണം ചെയ്തിട്ട് ഗാം, ഭൂമിയെ ഗത, ഭൂമിയെ പ്രാപിച്ച് തത്, അതിനെ തഥാ, അപ്രകാരം അകരോത്, ചെയ്തു. അപ്പൊ ഭഗവാന് പറഞ്ഞതനുസരിച്ച് യോഗമായ ദേവി എന്ത് ചെയ്തു? ഭൂമിയിൽ പോയി അത് ഭഗവാന്റെ കൽപ്പനകളെല്ലാം നടത്തുകയും ചെയ്തു. ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ശ്ലോകം 14. ശ്രീശുകവാച സന്ദിഷ്ടൈവം ഭഗവതാ തദേത്യോമിതി തത്വജഃ പ്രതിഗൃഹ്യ പരിക്രമ്യ ഗാം ഗദാ തഥാകരോത്. ശ്ലോകം 15. ഗർഭേ പ്രണീതേ ദേവക്യാ രോഹിണ്യാം യോഗനിദ്രയാ അഹോ വിശ്രംസിതോ ഗർഭ
ഇതി പൗരാ വിചുക്രുഷുഃ. പദച്ഛേദം. ഗർഭേ പ്രണീതേ ദേവക്യാ രോഹിണ്യാം യോഗനിദ്രയാ അഹോ വിശ്രംസിതഃ ഗർഭഃ ഇതി പൗരാഃ വിചുക്രുഷുഃ. അപ്പോൾ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് യോഗമായ ദേവി എന്ത് ചെയ്തു? ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് ആ ഗർഭസ്ഥ ശിശുവിനെ എടുത്ത് രോഹിണിയുടെ ഗർഭത്തിൽ പ്രതിഷ്ഠിച്ചു. ഗർഭേ പ്രണീതേ ദേവക്യ, ദേവകിയുടെ ഗർഭം രോഹിണ്യ യോഗനിദ്രയ, യോഗമായ ദേവിയാൽ രോഹിണ്യാം, രോഹിണിയിൽ പ്രണീതേ പ്രവേശിപ്പിക്കപ്പെട്ടു. അപ്പൊ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് യോഗമായ ദേവി എന്തു ചെയ്തു? ദേവകിയുടെ ഗർഭത്തെ എടുത്ത് രോഹിണിയുടെ ഗർഭത്തിൽ പ്രവേശിപ്പിച്ചു. അപ്പോൾ ആ ദേവകിയുടെ ഗർഭം എന്ത് ചെയ്തു? അലസിപ്പോയി. അപ്പൊ പൗരജനങ്ങൾ എന്തു പറഞ്ഞു? പൗരാഹ, പുരവാസികൾ ഗർഭം വിശ്രംസിതഃ, ആ ഗർഭം അലസിപ്പോയി, ശ്രവിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പൊ അവർക്കറിയില്ലല്ലോ ഇത്, ഭഗവാന്റെ ആ സങ്കല്പം ആർക്കും അറിയില്ല. അപ്പൊ അവര് ദേവകിയുടെ ഗർഭം അലസിയതായിട്ട് ദേവകി പറഞ്ഞു. അപ്പോ പൗരജനങ്ങളെല്ലാം അഹോ കഷ്ടം ഇത് എന്ന് വിചുക്രുഷു, അവരെല്ലാം ആ നിലവിളിച്ച് കരയുകയാണ്. അപ്പൊ കഷ്ടം എന്ന് പറഞ്ഞ് ദേവകിക്ക് കംസനോടുള്ള ഭയം നിമിത്തം ആ ഗർഭം അലസിപ്പോയി എന്ന് പറഞ്ഞ് അവർ സങ്കടപ്പെട്ടു. വിചുക്രുഷു, സങ്കടപ്പെട്ടു. ഇവിടെ ഈ ഗർഭം 4 മാസം ഒക്കെ ആകുമ്പോൾ അലസിപ്പോകുന്നതിനാണ് ആ ചതുർത്ഥാത് ഭവേത് സ്രാവഹ, 4 മാസമാകുമ്പോൾ ഗർഭം അലസിപ്പോകുന്നതിന് സ്രാവഹ എന്ന് പറയും. പാദഹ പഞ്ചഷഷ്ടയോഹോ, 5 മാസമോ 6 മാസമോ ആകുമ്പോൾ ഗർഭം അലസിപ്പോയാൽ പാദഹ എന്ന് പറയും. അത ഊർധ്വം പ്രസൂതിഹി സ്യാത്. അടുത്ത 7-ാം മാസം തൊട്ട് ഗർഭം വെളിയിൽ വരുമ്പോൾ അതിനെ പ്രസവിച്ചു എന്ന് പറയും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്രംസിത എന്നാണ്. വിശ്രംസിത എന്ന് പറയുമ്പോൾ അത് എത്രയാണ്? 4-5 മാസമാണ്. പക്ഷെ ഇവിടെ 6-7 മാസം തികഞ്ഞതിന് ശേഷമാണ് രോഹിണിയിൽ പ്രവേശിപ്പിച്ചത്. ഇവിടെ വിശ്രംസിത എന്ന് പറഞ്ഞുവെങ്കിലും 6-7 മാസം കഴിഞ്ഞതിന് ശേഷമാണ് രോഹിണിയിൽ പ്രവേശിപ്പിച്ചത് എന്ന് പറയുന്നു. ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ശ്ലോകം 15. ഗർഭേ പ്രണീതേ ദേവക്യാ രോഹിണ്യാം യോഗനിദ്രയാ അഹോ വിശ്രംസിതോ ഗർഭ ഇതി പൗരാ വിചുക്രുഷുഃ. ശ്ലോകം 16. ഭഗവാനപി വിശ്വാത്മാ ഭക്താനാം അഭയങ്കരഃ ആവിവേശാംശഭാഗേന മന ആനകതുന്ദുഭേഃ. പദച്ഛേദം. ഭഗവാൻ അപി വിശ്വാത്മാ ഭക്താനാം അഭയങ്കരഃ ആവിവേശ അംശഭാഗേന, ആവിവേശ അംശഭാഗേന മന ആനക ദുന്ദുഭേഃ. ഭഗവാൻ അഭിവിശ്വാത്മാ, ഭഗവാൻ ആരാണ്? വിശ്വാത്മാഭി, ലോകത്തിന്റെ പ്രഭു ആണെങ്കിലും വിശ്വത്തിന്റെ ആത്മാവാണെങ്കിലും ഭക്താനാം അഭയങ്കര, ഭക്തന്മാർക്ക് അഭയത്തെ ചെയ്യുന്നതാണ്. ശരണം പ്രാപിക്കുന്ന ഭക്തന്മാരെ എല്ലാം സംരക്ഷിക്കുന്ന ഭഗവാനാണ്. ഭഗവാൻ വിഷ്ണുഹു, വിഷ്ണു വ്യാപ്നോതി ഇത് വിഷ്ണു, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആ ഭഗവാൻ. അംശഭാഗേന, അംശങ്ങളോടും ഭാഗത്തോടും കൂടി. നമ്മൾ പറഞ്ഞു അംശഭാഗൻ എന്താണെന്ന്, പരിപൂർണൻ, പരിപൂർണ സ്വരൂപമായിട്ട്. അംശം എന്ന് പറഞ്ഞാലാണ് ഭഗവാന്റെ അംശമായിട്ട്. ബാക്കി എല്ലാ അവതാരങ്ങളും അംശങ്ങളാണ്. പക്ഷേ ഭഗവാൻ കൃഷ്ണന്റെ അവതാരം എന്താണ്? അംശഭാഗനാണ്, അതായത് പരിപൂർണ അവതാരമാണ്.
അതാണ് അംശഭാഗേന. നമ്മൾ ഇന്നലെ വ്യക്തമായിട്ട് അംശഭാഗം ചർച്ച ചെയ്തു. അംശഭാഗേന, അംശഭാഗനായിട്ട് ആനകദുന്ദുഭേഹേ, ആനകദുന്ദുഭി ആരാണ്? വസുദേവൻ. വസുദേവന്റെ മനഃ, മനസ്സിനെ ആവേശിപ്പിച്ചു, പ്രവേശിച്ചു. ഭഗവാൻ എന്ത് ചെയ്തു? ആ വസുദേവന്റെ മനസ്സില് പ്രവേശിച്ചു. ഭഗവാന്റെ ആ അംശഭാഗം ആ പരിപൂർണ സ്വരൂപനായിട്ട് പൂർണ്ണാനന്ദത്തോടുകൂടി വസുദേവന്റെ മനസ്സിൽ പ്രവേശിച്ചു. അപ്പൊ സാധാരണ മനുഷ്യർക്കുള്ളത് അല്ലെങ്കിൽ ജീവന്മാർക്ക് ഉള്ളതുപോലെ അല്ല ഭഗവാന്റെ അവതാരം. ആ മനുഷ്യ കുഞ്ഞ് അല്ലെങ്കിൽ മറ്റു കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ജന്മമെടുക്കുന്നത്? ആ സ്ത്രീയുടെ അണ്ഡവും പുരുഷന്റെ ബീജവും സംയോജിച്ചാണ് ഗർഭസ്ഥ ശിശു ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഭഗവാൻ തന്റെ സങ്കല്പം കൊണ്ട് അതിനെ എന്ത് ചെയ്തു? ആ പൂർണ്ണ സ്വരൂപം അല്ലെങ്കിൽ തന്റെ തേജസ്സിനെ വസുദേവന്റെ മനസ്സിൽ പ്രവേശിപ്പിച്ചു. അപ്പൊ അഗ്നി സർവത്ര വ്യാപിച്ചിരിക്കുന്നുവെങ്കിലും ഒരു പദാർത്ഥത്തെ ദഹിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിറകില് അഗ്നി പ്രവേശിക്കണം, ജ്വാലാരൂപേണ പ്രകാശിക്കണം. അതുപോലെ ഭഗവാൻ സർവവ്യാപിയാണ്. എങ്കിലും ഭഗവാന് ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതിനും ആ ശിഷ്ടന്മാരെ അനുഗ്രഹിക്കുന്നതിനും പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതം, ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നതിനും എന്ത് ചെയ്യണം? അവതാര സ്വരൂപങ്ങൾ എടുക്കണം. സർവവ്യാപിയായ ഭഗവാന് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഭഗവാൻ എന്ത് ചെയ്യണം? അവതാരം എടുത്തു വേണം ദുഷ്ടനിഗ്രഹവും ശിഷ്ട അനുഗ്രഹവും എല്ലാം ചെയ്യേണ്ടത്. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? ആ പരിപൂർണ സ്വരൂപനായി വസുദേവന്റെ മനസ്സിൽ പ്രവേശിച്ചു. ശ്ലോകം 16. ഭഗവാനപി വിശ്വാത്മാ ഭക്താനാം അഭയങ്കരഃ ആവിവേശാംശഭാഗേന മന ആനകദുന്ദുഭേഹേ. ശ്ലോകം 17. സബിഭ്രത് പൗരുഷം ധാമ രാജമാനോ യഥാ രവിഃ ദുരാസദോ അതിദുർധർഷോ ഭൂതാനാം സംബഭൂവഃ. പദച്ഛേദം. സഹ ബിഭ്രത് പൗരുഷം ധാമ ഭ്രാജമാനഃ യഥാ രവിഃ ദുരാസദഃ അതിദുർധർഷഃ ഭൂതാനാം സംബഭൂവഃ. സഹ ബിഭ്രത് പൗരുഷം ധാമ. പൗരുഷം ധാമ ബിഭ്രത്, പുരുഷനെ സംബന്ധിച്ച ധാമ തേജസ്സിനെ, അതായത് ആ ഭഗവാന്റെ ആ തേജസ്സിനെ ബിഭ്രത് ഭരിച്ചുകൊണ്ടും. ആര്? വസുദേവന്റെ മനസ്സില് ഭഗവാന്റെ തേജസ് പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ വസുദേവൻ ആ പുരുഷന്റെ ആ ഭഗവാന്റെ ധാമ തേജസ്സിനെ ബിഭ്രത് ഭരിച്ചുകൊണ്ടും യഥാരവി സൂര്യനെ പോലെ തിളങ്ങി. അതായത് ഭഗവാൻ സ്വരാടാണ്, സ്വയം തിളങ്ങുന്നവനാണ്, സ്വയം പ്രകാശിക്കുന്നവനാണ്. ആ ഭഗവാന്റെ തേജസ്സാണ് വസുദേവരുടെ മനസ്സിൽ ഭഗവാൻ പ്രവേശിപ്പിച്ചത്. അപ്പോൾ വസുദേവരും യഥാരവി സൂര്യനെ പോലെ രാജമാന ശോഭിച്ചുകൊണ്ടിരിക്കുന്ന സഹ അവൻ ഭൂതങ്ങൾക്ക്, അതായത് മറ്റ് ജീവജാലങ്ങൾക്ക് അല്ലെങ്കിൽ കംസനും അവന്റെ അനുയായികൾക്കും ദുരാസത, അടുക്കാൻ കഴിയാത്തവനാണ്. കാരണം എന്താണ്? ഭഗവാന്റെ തേജസ് ഇങ്ങനെ വസുദേവനിൽ നിന്നും പുറത്തു വരികയാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് വസുദേവന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല. അതിദുർധർഷ, അതിക്രമിക്കാൻ കഴിയാത്തവനുമായിട്ട് സംബഭൂവ ഭവിച്ചു. ആശ്ചര്യം തന്നെയാണ്. അപ്പൊ സാധാരണ കുട്ടികൾ ജനിക്കും പോലെ അല്ല ഇവിടെ വസുദേവനിൽ ദേവകിയിലും ആ കുഞ്ഞ് ജനിക്കുന്നത്. ഭഗവാന്റെ തേജസ് ആദ്യം ഭഗവാൻ എന്ത് ചെയ്തു? വസുദേവരുടെ മനസ്സിൽ പ്രവേശിപ്പിച്ചു. അപ്പോൾ ഭഗവാന്റെ തേജസ് ഹൃദയത്തിൽ വഹിച്ചുകൊണ്ടിരുന്ന വസുദേവൻ സൂര്യനെ പോലെ പ്രകാശിച്ചുകൊണ്ടിരുന്നു. മറ്റു ജീവന്മാർക്കോ കംസനോ ആർക്കും വസുദേവന്റെ അടുത്തേക്ക് അടുക്കാനോ അതിക്രമിക്കാനോ ഒന്നും സാധിച്ചില്ല. കാരണം എന്താണ്? ഭഗവാനാണ് ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നത്. അങ്ങനെ കാണുന്നവർക്കൊക്കെ ഇന്നവിധമെന്ന് പറയാൻ കഴിയാത്ത ഭക്തിയും ഭയവും അവർ അറിയാതെ തന്നെ അവരുടെ ഹൃദയത്തിൽ ഉണ്ടായി. ശ്ലോകം 17.
സബിഭ്രത് പൗരുഷം ധാമ രാജമാനോ യഥാരവിഹി ദുരാസദോ അതിദുർദർശോ ഭൂതാനാം സംബഭൂവഃ. ശ്ലോകം 18. തതോ ജഗന്മംഗളമച്യുതാംശം സമാഹിതം ശൂരസുതേന ദേവി ദധാര സർവാത്മകമാത്മഭൂതം കാഷ്ടായത ആനന്ദകരം മനസ്തഃ. പദച്ഛേദം. തതഃ ജഗന്മംഗളം അച്യുതാംശം സമാഹിതം ശൂരസുതേന ദേവി ദധാര സർവാത്മകം ആത്മഭൂതം ദധാര സർവാത്മകം ആത്മഭൂതം കാഷ്ട യഥാ ആനന്ദകരം മനസ്തഃ. പിന്നെ അന്വയാർത്ഥം നോക്കാം. തതഃ അനന്തരം ശൂരസുതേന, ശൂരസുതൻ, ശൂരസേനന്റെ പുത്രൻ ആരാണ്? വസുദേവൻ. വസുദേവനാൽ സമാഹിതം നല്ലവണ്ണം അർപ്പിക്കപ്പെട്ടതായും, അതായത് വസുദേവൻ എന്ത് ചെയ്തു? ഈ തേജസ്സിനെ മനസ്സുകൊണ്ട് ആർക്ക്? ദേവകിയുടെ ഹൃദയത്തിൽ പ്രവേശിപ്പിച്ചു, അല്ലെങ്കിൽ ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിപ്പിച്ചു. അതാണ് വസുദേവനാൽ സമാഹിതം നല്ലവണ്ണം അർപ്പിക്കപ്പെട്ടതായും ജഗന്മംഗളം ലോകത്തിന്റെ മൂർത്തിമത്തായ മംഗളമായിട്ടും അച്യുതാംശം, അച്യുതം ച്യുതിയില്ലാത്തവനാണ് അച്യുതൻ, നാശമില്ലാത്തവൻ, നാശരഹിതമായ അംശത്തോടു കൂടിയതും സർവാത്മകം സർവ ജീവന്മാർക്കും സുഖത്തെ കൊടുക്കുന്നവനും ആത്മഭൂതം ആത്മാവായിരിക്കുന്നതുമായ ആ തേജസ്സിനെ ദേവി ദേവകി ആനന്ദകരം ആനന്ദം ജനിപ്പിക്കുന്ന ചന്ദ്രനെ കാഷ്ടായത ദിക്കെന്ന പോലെ മനസ്തഹ മനസ്സുകൊണ്ട് ദധാര ധരിച്ചു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? തന്റെ തേജസ്സിനെ വസുദേവന്റെ മനസ്സിൽ പ്രവേശിപ്പിച്ചു. വസുദേവൻ എന്ത് ചെയ്തു? അതിനെ ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിപ്പിച്ചു. അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാണെന്നൊന്നും ചോദിക്കണ്ട, ദൈവകാര്യങ്ങൾ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സാധാരണ സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കുഞ്ഞു പോലെ അല്ല ഭഗവാന്റെ അവതാരം. എല്ലാം ഭഗവാൻ നിശ്ചയിക്കുന്നത് പോലെ നടക്കും, എല്ലാം ഭഗവാന്റെ സങ്കല്പമാണ്. അപ്പോ ദേവകിയുടെ ആ ഗർഭത്തിൽ വസുദേവൻ ആ തേജസ്സിനെ പ്രവേശിപ്പിച്ചപ്പോൾ കിഴക്ക് ദിക്കിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ ചന്ദ്രനെ പോലെ ദേവകി പ്രകാശിച്ചു. വസുദേവൻ സൂര്യനെ പോലെ പ്രകാശിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ ദേവകി പ്രകാശിച്ചത് കിഴക്ക് ദിക്കിൽ ഉദിച്ച പൂർണ്ണചന്ദ്രനെ പോലെ ദേവകി അത് സ്വീകരിക്കുകയും ദേവകി ശോഭിക്കുകയും അല്ലെങ്കിൽ പ്രകാശിക്കുകയും ചെയ്തു. അപ്പോ ലോകത്തെ ആനന്ദിപ്പിക്കുന്ന ചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ എങ്ങനെ ഉദിച്ചിരിക്കുമോ അതുപോലെ തന്നെ അതിഥിയുടെ ദേവമാതാവായ അതിഥിയുടെ അവതാരമായിരിക്കുന്ന ദേവകി, മംഗളസ്വരൂപിണിയായിരിക്കുന്ന ദേവകി അല്ലെങ്കിൽ ദേവതാസ്വരൂപിണി. നേരത്തെ പറഞ്ഞു ദേവകിയുടെ മുൻജന്മം അതിഥിയായിരുന്നു. അതിഥിയുടെ മക്കളാണ് ദ്വാദശ ആദിത്യന്മാർ, 12 ആദിത്യന്മാർ. അപ്പൊ ആ ദേവത അംശസ്വരൂപിണിയാണ് ആര്? ദേവകി. അപ്പൊ ആ ദേവകി എന്ത് ചെയ്തു? മനസ്സുകൊണ്ട് തന്നെ അതിനെ ധരിച്ചു. അപ്പൊ വസുദേവന്റെ മനസ്സിൽ ധരിച്ചതിനെ വസുദേവൻ ദേവകിയുടെ മനസ്സിൽ ധരിപ്പിച്ചു. അങ്ങനെ ദേവകിയുടെ ഗർഭത്തിൽ ഭഗവാൻ അവതരിക്കാൻ പോവുകയാണ്. അപ്പൊ ഒരു ഗുരു എങ്ങനെയാണോ തന്റെ ശിഷ്യന് മൂർത്തി ധ്യാനത്തെ ഉറപ്പിക്കുന്നത്, അത് ഹൃദയത്തിൽ കയറി ഉറപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ശിഷ്യന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഹൃദയത്തിൽ ഉറച്ചു വരും. അതുപോലെ ഭഗവാന്റെ സങ്കല്പം അനുസരിച്ച് ഭഗവാൻ വസുദേവനിലും വസുദേവൻ ദേവകിയിലും ആ തേജസ്സിനെ പ്രവേശിപ്പിച്ചു. അപ്പൊ അങ്ങനെ ആ തേജസ് ദേവകിയിൽ പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിച്ചു. അപ്പോ ഭഗവാന്റെ തേജസ് സങ്കല്പ സാമർഥ്യം കൊണ്ട് വസുദേവ ഹൃദയത്തിലും അവിടെ നിന്ന് ദേവകിയുടെ ഹൃദയത്തിലും വ്യക്തിരൂപേണ വിളങ്ങി. അങ്ങനെ ദേവകിയുടെ ഗർഭത്തിൽ
ഭഗവാൻ അവതരിക്കാൻ പോവുകയാണ്. ശ്ലോകം 18. തതോ ജഗന്മംഗളമച്യുതാംശം സമാഹിതം ശൂരസുതേന ദേവി ദധാര സർവാത്മകമാത്മഭൂതം കാഷ്ടായത ആനന്ദകരം മനസ്തതഃ. ഒന്നുകൂടെ വായിക്കാം. തതോ ജഗന്മംഗളമച്യുതാംശം സമാഹിതം ശൂരസുതേന ദേവി ദധാര സർവാത്മകമാത്മഭൂതം കാഷ്ടായത ആനന്ദകരം മനസ്തതാ. ശ്ലോകം 19. സാ ദേവി സർവജഗന്നിവാസ നിവാസഭൂതാ നിതരാം നരേജേ ഭോജേന്ദ്രഗേഹേ അഗ്നിശിഖേ വരുദ്ധ സരസ്വതി ജ്ഞാനഖലേ യഥാ സതി. പദച്ഛേദം. സാ ദേവകി സർവജഗന്നിവാസ നിവാസഭൂത നിതരാം നരേജേ ഭോജേന്ദ്രഗേഹേ അഗ്നിശിഖേവ രുദ്ധ സരസ്വതി ജ്ഞാനഖലേ യഥാ സതി. സാ ദേവകി സർവജഗന്നിവാസ ഭൂത സർവജഗന്നിവാസ നിവാസഭൂത സകല ലോകത്തിന്റെയും നിവാസഭൂതനായിരിക്കുന്നവന് നിവാസസ്ഥാനമായി ഭവിച്ചിരിക്കുന്ന, അപ്പൊ എല്ലാ ലോകത്തിന്റെയും ആശ്രയമല്ലെങ്കിൽ നിവാസസ്ഥാനമായിരിക്കുന്ന ആ ഭഗവാന് ഇപ്പോൾ നിവാസസ്ഥാനം എവിടെയാണ്? ദേവകിയുടെ ഗർഭത്തിലാണ്. ദേവകി എവിടെയാണ്? ഭോജേന്ദ്രഗേഹേ കംസഭവനത്തിൽ ദുഃഖ ബന്ധിക്കപ്പെട്ടവളായിട്ട്. അപ്പൊ ദേവകി ഇപ്പോൾ കംസന്റെ കാരാഗ്രഹത്തിൽ ബന്ധിക്കപ്പെട്ടവളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ സർവ്വലോകത്തിന്റെയും നിവാസസ്ഥാനമായിരിക്കുന്ന ആ ഭഗവാൻ ഇപ്പോൾ ദേവകിയുടെ ജഠരത്തിലാണ് ഇപ്പോൾ ജനിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ എന്താണ്? അവിടെ ആ കംസന്റെ ഭവനത്തിൽ ദേവകി ബന്ധിക്കപ്പെട്ടവളാണ്, ബന്ധിക്കപ്പെട്ടവളായിട്ട്. ജ്ഞാനഖലേ ജ്ഞാനത്തെ വഞ്ചിക്കുന്നവനാൽ സതി ശോഭനമായിരിക്കുന്ന സരസ്വതീയത വിദ്യ പോലെയും. അതായത് വിദ്യയെ ഒരാൾക്ക് നല്ലവണ്ണം വിദ്യ അറിയാം, പക്ഷെ ആർക്കും പറഞ്ഞു കൊടുക്കാതിരുന്നാലോ ആ വിദ്യ മുരടിച്ചു പോകും, അല്ലേ? കൊടുക്കുംതോറും ഏറിടും വിദ്യ തന്നെ മഹാധനമെന്നാണ്. കൊടുക്കുംതോറുമാണ് വിദ്യ കൂടുന്നത്. അല്ലെ, നമ്മുടെ ഉള്ളിൽ വച്ചിരുന്നാൽ ആ വിദ്യ അങ്ങനെ ഇരുന്ന് തുരുമ്പിച്ചങ്ങ് പോകും. അപ്പൊ ആ വിദ്യയെ എങ്ങനെയാണോ ഒരാൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാതെ ഇരിക്കുന്നത്, അപ്പൊ ജ്ഞാനത്തെ വഞ്ചിക്കുന്നതിനാൽ വിദ്യ പോലെയും അന്യർക്ക് ഉപദേശിക്കാതെ തന്റെ ഉള്ളിൽ തന്നെ മാത്രം വെച്ചുകൊണ്ടിരിക്കുന്ന അവരെ പറയുന്ന ഖലൻ എന്നാണ്. ഖലന്റെ വിദ്യ പോലെയാണ് ഇപ്പോൾ ദേവകി ഇരിക്കുന്നത്. യുദ്ധ തടുക്കപ്പെട്ടിരിക്കുന്ന അഗ്നിശിഖായിവ. ഒരു അഗ്നി കത്തുമ്പോൾ അതിനെ ഒരു മൺകുടം കൊണ്ട് അടച്ചു വെച്ചാലോ അതിന്റെ ജ്വാല പുറത്തേക്ക് വരികയില്ല. അപ്പൊ അതുപോലെയും നിതരാം ഏറ്റവും നരേജെ ശോഭിച്ചില്ല. അപ്പൊ ദേവകിയുടെ ഗർഭത്തിൽ ഭഗവാനാണ് അവതരിച്ചിരിക്കുന്നത്. എല്ലായിടത്തും ശോഭ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ കംസന്റെ കൽത്തുറുങ്കിൽ ദേവകി അടയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഭഗവാന്റെ തേജസ് അവിടെ തന്നെ തടുക്കപ്പെട്ടിരിക്കുകയാണ്. അതിന് ഉദാഹരണം പറയുകയാണ്. ഒരു ജ്വാല വിളക്ക് കത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിനെ ഒരു മൺകുടം കൊണ്ട് അടച്ചാൽ അതിന്റെ ജ്വാല പുറത്തു വരികയില്ല. അതുപോലെ തന്നെ വിദ്യ, ഒരാള് പണ്ഡിതനാണ്, അയാൾ ആർക്കും പറഞ്ഞു കൊടുക്കാതിരുന്നാലോ ആ വിദ്യ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പോൾ അങ്ങനെയല്ല ഇവിടെ ദേവകിയുടെ അങ്ങനെയല്ല. എങ്കിലും അതിന് ഉദാഹരണം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ദേവകിയുടെ ആ തേജസ് വെളിലോകം അറിഞ്ഞില്ല. കാരണം കംസന്റെ കൽത്തുറുങ്കിലാണ് ദേവകി ഇരിക്കുന്നത്.
അപ്പോൾ ഭഗവാനാകുന്ന ആ അഗ്നിജ്വാലയെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന കംസനെ ആ ജ്വാല ദഹിപ്പിക്കാൻ തുടങ്ങിപ്പോയി എന്നുള്ള സാരാംശവും കൂടെ ഇവിടെ വരികയാണ്. കംസൻ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ആ ജ്വാല കംസനെ ദഹിപ്പിക്കും എന്നും അർത്ഥമുണ്ട്. സാ ദേവകീ സർവജഗന്നിവാസ നിവാസഭൂതാ നിതരാം നരേജേ ഭോജേന്ദ്രഗേഹേ അഗ്നിശിഖേ വരുദ്ധ സരസ്വതി ജ്ഞാനഖലേയതാസതി. ശ്ലോകം 20. താം വീക്ഷ്യ കംസ പ്രഭയാജിതാന്തരാം വിരോചയന്തീം ഭുവനം ശുചിസ്മിതാം ആഹൈഷ മേ പ്രാണഹരോ ഹരിർഗുഹാം ധ്രുവം ശ്രിതോ യന്ന പുരേയമീദൃശീ. പദച്ഛേദം. താം വീക്ഷ്യ കംസഃ പ്രഭയാജിതാന്തരാം വിരോചയന്തീം ഭുവനം ശുചിസ്മിതാം ആഹ യേഷ മേ പ്രാണഹരഃ ഹരിഃ ഗുഹാം ധ്രുവം ക്ഷിതഃ യജ്ഞ പുരേയം ഈദൃശീ. താം വീക്ഷ്യ കംസ പ്രഭയാ അജിത അന്തരാം. അജിത അന്തരാം. അജിതൻ ജനനമില്ലാത്തവനെയാണ് അജിതൻ, അല്ലെങ്കിൽ ആരാലും ജയിക്കപ്പെടാത്തവൻ. അജിതൻ ജയിക്കപ്പെടാത്തവൻ. ആ ജയിക്കപ്പെടാത്തവൻ ഉള്ളിലുള്ളവളും ഗർഭത്തിൽ ഉള്ളവളും, ആരാലും ജയിക്കപ്പെടാൻ സാധിക്കാത്ത ആ ഭഗവാൻ ഉള്ളിലുള്ളവളും, പ്രഭയാ കാന്തി കൊണ്ട് ഭുവനം ലോകത്തെ വിരോചയന്തി പ്രകാശിപ്പിക്കുന്നവളും, ശുചിസ്മിതാം ശുഭ്രമായ പുഞ്ചിരിയോട് കൂടിയവളുമായ താം അവളെ വീക്ഷ്യ കണ്ടിട്ട്. അപ്പോൾ ഈ 8ാമത്തെ ഗർഭം ദേവകിയുടെ ആ ഗർഭത്തിൽ വന്നു ചേർന്നപ്പോൾ ദേവകിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി. എന്തോ ദേവകിയെ കാണുമ്പോൾ പ്രത്യേക ഒരു തേജസ്, അത് വീക്ഷ്യ അത് കണ്ടിട്ട് കംസൻ ആഹ പറഞ്ഞു, യേശഃ ഇവൻ മേ എന്റെ പ്രാണഹരഹ പ്രാണനെ ഹരിക്കുന്ന ഹരിഹി ധ്രുവം വിഷ്ണു തന്നെയാണ്, നിശ്ചയം തന്നെയാണ്. കാരണം ഇത്രയും 7 പ്രാവശ്യം ദേവകി ഗർഭവതിയായി. അപ്പോഴൊന്നും ദേവകിക്കില്ലാത്ത ഒരു തേജസ് ദേവകിയിൽ കംസൻ കണ്ടു. അപ്പൊ കംസന് മനസ്സിലായി, 8ാമത്തെ പുത്രനാണല്ലോ കംസനെ കൊല്ലും എന്ന അശരീരി ഉണ്ടായത്. അപ്പോൾ ഇവൻ ഹരി തന്നെയായിരിക്കും എന്ന് കംസൻ ഉറച്ചു. എന്തുകൊണ്ടെന്നാൽ ഇവൾ പണ്ട് ന ഈ ദൃശി ഈ വിധമായിരുന്നില്ല. അതായത് നേരത്തെ അവൾ ഗർഭം ധരിച്ചപ്പോൾ ഈ വിധം അവളിൽ ഒരു സന്തോഷവും ആനന്ദവും എന്തോ ഒരു പ്രകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ 7 ഗർഭത്തിലും ഉണ്ടാകാത്ത ഒരു പ്രകാശം ദേവകിയിൽ കംസൻ കണ്ടു. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ എന്തായാലും ഹരി തന്നെയാണ് അവതരിക്കുന്നത്. അപ്പോൾ ഇവിടെ പണ്ട് ഈ ദൃശി ഇങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ കംസൻ ആലോചിക്കുകയാണ്, ഈ വിധം ഇരിക്കുന്ന ദേവകിയെ കണ്ട ഉടനെ കംസൻ ആലോചിക്കുകയാണ്, ഇവളുടെ ഗർഭത്തെ ആശ്രയിച്ചിരിക്കുന്നവൻ എന്റെ പ്രാണനെ ഹരിക്കുന്ന ഹരി തന്നെയാണ്, അതിന് സംശയമില്ല. എന്തുകൊണ്ടാണ്? ഇതിനു മുമ്പ് ഗർഭകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ മാറ്റമല്ല ദേവകിയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേക ഒരു പ്രകാശം, കാന്തി വിശേഷം ഇവളിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് ഹരി തന്നെയായിരിക്കും. ഇനി ഹരി ശബ്ദത്തിന് സിംഹം എന്നും അർത്ഥമുണ്ട്. അപ്പോ ഗർഭം എന്ന് പറയുമ്പോൾ ഗുഹയിൽ ഹരി പ്രവേശിച്ചിരിക്കുന്നു, സിംഹം പ്രവേശിച്ചിരിക്കുകയാണ്. എന്തിനാണ്? കംസനെ കൊല്ലുന്നതിന് വേണ്ടി. അങ്ങനെ കംസന് ചെറിയ പേടിയുമുണ്ടായി. ശ്ലോകം 20. താം വീക്ഷ്യ കംസ പ്രഭയാജിതാന്തരാം വിരോചയന്തീം ഭുവനം ശുചിസ്മിതാം ആഹൈഷ മേ പ്രാണഹരോ ഹരിർഗുഹാം
ധ്രുവം ശ്രിതോ യന്ന പുരേയമീദൃശീ. 21. കിമദ്യ തസ്മിൻ കരണീയമാശു മേ യദർത്ഥതന്ത്രോ ന വിഹന്തി വിക്രമം സ്ത്രിയാ സുസുർഗുരുമത്യാവധോയം യശശ്രിയം ഹന്ത്യ അനുകാലമായുഃ. പദച്ഛേദം. കിം അദ്യ തസ്മിൻ കരണീയം ആശു മേ യത് അർത്ഥതന്ത്രഃ ന വിഹന്തി വിക്രമം സ്ത്രിയാ സ്വസുർ ഗുരുമത്യാ സ്വസുഹു ഗുരുമത്യാഹ വതഃ അയം യശഃ ശ്രിയം ഹന്തി അനുകാലം ആയുഃ. ഇനി കംസൻ ചിന്തിക്കുകയാണ്, കംസന്റെ ചിന്തയാണ്. കിം അദ്യ തസ്മിൻ, തസ്മിൻ അദ്യ, തസ്മിൻ അവനിൽ, അദ്യ ഇപ്പോൾ, ആശു വേഗത്തിൽ, മേ എന്നാൽ, കിം എന്ത്, കരണീയം ചെയ്യാൻ യോഗ്യം. അപ്പം കംസൻ ചിന്തിക്കുകയാണ്, ദേവകിയുടെ ഗർഭത്തിൽ വന്ന് പ്രവേശിച്ചിരിക്കുന്നത് ഹരി തന്നെയാണ്. അപ്പൊ ഈ ഹരിയോട് തുച്ഛനായ എനിക്കിപ്പോൾ എന്തു ചെയ്യാൻ കഴിയും? അതാണ് കിം കരണീയം. ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? യാതൊന്ന് ഹേതുവായിട്ട് അർത്ഥതന്ത്രം, പ്രയോജനത്തിന് കീഴടങ്ങിയവനാണെങ്കിലും വിക്രമം, പരാക്രമത്തെ ന വിഹന്തി, നശിപ്പിക്കുന്നില്ല. കാരണം എന്താണ്? ഇവിടെ ദേവകാര്യം സാധിക്കുന്നതിനായി നിശ്ചയിച്ചിരിക്കുന്ന ഭഗവാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇവിടെ സ്വവിക്രമത്തെ തന്റെ നേരെ പ്രയോഗിക്കാതിരിക്കുകയില്ല. ദേവകാര്യത്തിനാണ് ഭഗവാൻ അവതരിക്കുന്നത്. നാരദ മഹർഷി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോ ഭഗവാൻ എന്റെ നേരെ വിക്രമം പ്രയോഗിക്കാതിരിക്കുകയില്ല. ഇപ്പോ ഞാൻ അടങ്ങിയിരിക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ എന്തെങ്കിലും ദേവകിയിൽ പ്രയോഗിച്ചാൽ, എന്തെങ്കിലും ദേവകിയെ ചെയ്താൽ എനിക്ക് തക്ക ശിക്ഷ കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? അടങ്ങിയിരിക്കണം. അപ്പൊ സ്വയമേവ സന്തോഷിക്കാൻ ശ്രമിക്കുന്നു. സ്ത്രീയാ സ്വസുർ ഗുരുമത്യ വധോയം. സ്ത്രീയായും ഗുരുമത്യ എന്ന് വെച്ചാൽ ഗർഭിണിയായും ഇരിക്കുന്ന സ്വസുഹു സഹോദരിയുടെ അയം വധഃ, ഈ ഹനനം, ഈ വധം, യശഃ കീർത്തിയെയും, ശ്രിയം ഐശ്വര്യത്തെയും, ആയുഹു ആയുസിനെയും, അനുകാലം ക്ഷണത്തിൽ, അന്തി ഇല്ലാതാക്കുന്നു, ഹനിക്കുന്നു. അപ്പോ ഇപ്പോ ഞാൻ ഇവളെ കൊന്നാൽ, എട്ടാമത്തെ പുത്രനാണല്ലോ കൊല്ലുമെന്ന് പറഞ്ഞത്. അപ്പൊ എട്ടാമത്തെ പുത്രൻ ദേവകിയിൽ അവതരിച്ചിരിക്കുകയാണ്. അപ്പൊ ഹരി തന്നെയാണെന്ന് നിശ്ചയിച്ചു. കാരണം എന്താണ്? ദേവകിയിൽ മറ്റു ഗർഭത്തിൽ ഇല്ലാത്ത ഒരു തേജസ്, ഒരു കാന്തി വിശേഷം കംസന് അനുഭവപ്പെട്ടു. അപ്പൊ ഇപ്പൊ കൊന്നു കഴിഞ്ഞാൽ ഒന്നാമത് സ്ത്രീവധം, പോരാത്തതിന് ഗുരുമത്യ ഗർഭിണിയാണ്, പിന്നെ സഹോദരി സ്വസു. അപ്പൊ ഇവളുടെ ഈ വധം എന്ന് പറയുന്നത് യശസ്സിന്, കീർത്തിയെയും ഐശ്വര്യത്തെയും ആയുസ്സിനെയും എല്ലാം നശിപ്പിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യണം? മൗനിയായി ഇരിക്കുക തന്നെയാണ് വേണ്ടത് എന്ന് കംസൻ ആലോചിച്ചു. അപ്പൊ കംസന് നേരത്തെ ഇങ്ങനത്തെ ഭാവമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോ കംസന്റെ മനസ്സ് ക്രമേണ മാറി. കാരണം ഇപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തനിക്ക് തന്നെ ആപത്തുണ്ടാകും. കാരണം ഹരി തന്നെയാണ് ദേവകിയുടെ ഗർഭത്തിൽ ഉള്ളത് എന്ന് കംസന് മനസ്സിലായി. ശ്ലോകം 21 ഒന്നുകൂടെ പറയാം. കിമദ്യ തസ്മിൻ കരണീയമാശു മേ യദർത്ഥതന്ത്രോ ന വിഹന്തി വിക്രമം സ്ത്രീയാ സുസുർഗുരുമത്യാവധോയം യശശ്രിയം ഹന്തു അനുകാലമായുഃ. ശ്ലോകം 22. സയേഷ ജീവൻ ഖലു സംവരേതോ വർത്തേതോ അത്യനന്ത നൃശംസിതേന ദേഹേ മൃദേതം അനുജാശപന്തി ഗന്ധാതമോന്ധം തനുമാനിനോ ധ്രുവം. പദച്ഛേദം പറയാം. സഹ ഏഷഃ ജീവൻ
ഖലു സംപരേതഃ വർത്തേത യഹ അത്യന്ത നൃശംസിതേന ദേഹേ അമൃതേ തം മനുജാഃ ശപന്തി ഗന്ധ തമഃ അന്ധം തനുമാനിനോഃ തനുമാനിനഃ ധ്രുവം. ഇനി അന്വയാർത്ഥം നോക്കാം. സ ഏഷ ജീവൻ ഖലു സംപരേതോ വർത്തേത യോ അത്യന്ത നൃശംസിതേന അതിക്രൂര പ്രവർത്തികൾ കൊണ്ട് യഹ യാതൊരുത്തൻ, അതായത് കംസൻ, വർത്തിക്കും. സഹ ഏഷ ഇവൻ ജീവൻ ജീവിച്ചിരിക്കുന്നവനായാലും സംപരേത ഖലു മരിച്ചവൻ തന്നെ നിശ്ചയം. അപ്പോ ക്രൂരകർമ്മങ്ങൾ കൊണ്ട് യാതൊരുത്തൻ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നുവോ അവൻ എത്ര പ്രസിദ്ധനായി തീർന്നാലും ലോകം അവനെ അവരുടെ കൂട്ടത്തിൽ ചേർക്കുകയില്ല, അംഗീകരിക്കുകയില്ല. അപ്പൊ ക്രൂരകർമ്മം ചെയ്യുന്നവനെ എല്ലാവരും അംഗീകരിക്കുകയില്ല. കംസൻ ക്രൂരകർമ്മം ചെയ്യുന്നുവെങ്കിലും ചിലർ പേടിച്ചാണ് കംസനെ അനുസരിക്കുന്നത്. ഭഗവാന്റെ അവതാരം വന്നാൽ ആരും കംസനെ അനുസരിക്കുകയില്ല. അപ്പൊ അതാണ് ക്രൂരപ്രവർത്തികൾ കൊണ്ട് യാതൊരുത്തൻ പ്രവർത്തിക്കുന്നുവോ അവൻ ജീവിച്ചിരുന്നാലും സംപരേത മരിച്ചവന് തുല്യം തന്നെയാണ്, നിശ്ചയം. തനുമാനിന ദേഹാത്മബുദ്ധിയുടെ ദേഹം അമൃതേ നശിക്കാതിരിക്കുന്ന സമയത്തിൽ മനുജാഹ മനുഷ്യൻ തം അവനെ ശപിക്കുന്നു. ഇവൻ ക്രൂര കൃത്യങ്ങളൊക്കെ ചെയ്താൽ മനുഷ്യരെന്ത് ചെയ്യും? അവനെ ശപിക്കും. ചിലപ്പോൾ നേരിട്ട് കംസനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരിക്കും, എങ്കിലും ആൾക്കാരെന്ത് ചെയ്യും? കംസനെ ശപിക്കും. അന്ധം തമഹ ക്രൂര നരകം ഗമിക്കും ധ്രുവം. പിന്നെ താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരികയുള്ളൂ. അപ്പോ കംസൻ ചെയ്യുന്നതിന്റെ പ്രവൃത്തി അവൻ നരകം അനുഭവിക്കുക തന്നെ ചെയ്യും. അപ്പൊ എത്ര വലിയവനായിരുന്നാലും ക്രൂരകൃത്യങ്ങൾ ചെയ്താൽ ആരും അവനെ അംഗീകരിക്കുകയില്ല. അപ്പൊ അവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. ആളുകൾ അവനെ ശപിക്കും. പിന്നീട് അവൻ നരകത്തിൽ തന്നെ പോവുകയും ചെയ്യും. ശ്ലോകം 22. സയേഷ ജീവൻ ഖലു സംപരേതോ വർത്തേതയോത്യന്ത നൃശംസിതേന ദേഹേ മൃതേ തം മനുജാ ശപന്തി ഗന്ധാതമോന്തം തനുമാനിനോ ധ്രുവം. ശ്ലോകം 23. ഇതി ഘോരതമാദ്ഭാവാത് സന്നിവൃത്യ സ്വയം പ്രഭുഃ ആസ്തേ പ്രതീക്ഷ്യം തജ്ജന്മ ഹരേർവൈരാനുബന്ധകൃത്. പദച്ഛേദം. ഇതി ഘോരതമാത് ഭാവാത് സന്നിവൃത്തഃ സ്വയം പ്രഭുഃ ആസ്തേ പ്രതീക്ഷൻ തത് ജന്മ ഹരേഃ വൈരാനുബന്ധകൃത്. ഇതി ഇപ്രകാരം ഘോരതമാ ഏറ്റവും ക്രൂരമായിരിക്കുന്ന ഭാവാ സങ്കല്പത്തിൽ നിന്ന് സന്നിവൃത്ത പിന്തിരിഞ്ഞ സ്വയം പ്രഭു രാജാവ് ഹരേഹേ ഹരിയുടെ വൈരാനുബന്ധകൃത് ദേഷ്യം ഹരിയോട് ദേഷ്യഭാവത്തെ ചെയ്യുന്നവനും തജ്ജന്മ അവന്റെ ജന്മത്തെ പ്രതീക്ഷിക്കുന്നവനുമായിട്ട് ആസ്തേ വസിക്കുന്നു. അപ്പോ ഇപ്രകാരം ക്രൂരമായിട്ട് പല ചിന്തകളും കംസനിലൂടെ പോയി. അപ്പോ കംസന് ഹരിയോട് തന്നെ ആകെ വൈരമുണ്ടായി. എന്നിട്ട് ഇനി ഇവൻ എപ്പോൾ ജനിക്കും? ഇവൻ ജനിച്ച് 8ാമത്തെ പുത്രനാണല്ലോ എന്നെ കൊല്ലുന്നത്. ഇവൻ എപ്പോൾ ജനിക്കും എന്ന് പറഞ്ഞ് നിരന്തരം ഹരിയെ തന്നെ സ്മരിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ ഇനി എപ്പോഴാണ് ദേവകി പ്രസവിക്കുന്നത്, ഈ കുട്ടി എപ്പോഴാണ് പുറത്തു വരുന്നത് എന്ന് പ്രതീക്ഷിച്ച് കൊണ്ട് ഇരിക്കുകയാണ്. പ്രസവിച്ച ഉടനെ തന്നെ എനിക്ക് ആ കുട്ടിയെ കൊല്ലണം
അതുകൊണ്ട് ആ സഹോദരി ഇപ്പൊ ഞാൻ വധിക്കണ്ട എന്ന് നിശ്ചയിച്ചിട്ട് ഹരിയിൽ വൈരം തന്നെ വെച്ചുകൊണ്ട് ഹരിയെ തന്നെ ഓർമ്മിച്ചുകൊണ്ട് കംസൻ കഴിച്ചുകൂട്ടി. ശ്ലോകം 23. ഇതി ഘോരതമാദ്ഭാവാത് സന്നിവൃത്യ സ്വയം പ്രഭു ആസ്തേ പ്രതീക്ഷം തജ്ജന്മ ഹരേർ വൈരാനുബന്ധകൃത്. ശ്ലോകം 24. ആസീന സംവിശൻ തിഷ്ഠൻ പുഞ്ചാന പര്യടൻ മഹീം ചിന്തയാനോ ഋഷികേശം അപശ്യത്തന്മയം ജഗത്. ആസീനഃ സംവിശൻ തിഷ്ഠൻ പുഞ്ചാനഃ പര്യടൻ മഹീം ചിന്തയാനഃ ഋഷികേശം അപശ്യത് തന്മയം ജഗത്. അപ്പോൾ കംസൻ എന്ത് ചെയ്തു? ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം ഹരിയെ തന്നെ ചിന്തിച്ചുകൊണ്ടേ ഇരുന്നു. യാതൊന്നു കാൺമതത് നാരായണ പ്രതിമ, ഏത് കണ്ടാലും ഇത് ഹരി തന്നെ എന്ന് ചിന്തിക്കുകയാണ്. അതാണ് ആസീനഹ, ഇരിക്കുന്നവൻ, സംവിശൻ കിടക്കുന്നവൻ, ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും, പുഞ്ചാനഹ ഭുജിക്കുമ്പോഴും ഭക്ഷിക്കുമ്പോഴും, തിഷ്ഠൻ നിൽക്കുമ്പോഴും, പിന്നെ പര്യടൻ സഞ്ചരിക്കുമ്പോഴും, പര്യടൻ മഹീം അതായത് ഭൂമിയിൽ മറ്റ് 4 ഭാഗത്ത് സഞ്ചരിക്കുമ്പോഴും, ചിന്തയാന ചിന്തിക്കുന്നു. ആരെയാണ്? ഋഷികേശം, ഋഷികേശനെ. ഋഷികേശൻ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളുടെ നാഥൻ വിഷ്ണുവിനെ ചിന്തയാനഹ ചിന്തിക്കുന്നവനായിട്ട്, ജഗത് ലോകത്തെ തന്മയം തത്സ്വരൂപമായി അപശ്യക്കൻ. അപ്പൊ ലോകം മുഴുവൻ ഹരി തന്നെ. എന്ത് കണ്ടാലും ഇത് ഹരിയാണോ, ഇത് ഹരിയാണോ, ഇത് ഹരിയാണോ എന്ന് ധ്യാനിച്ചുറപ്പിക്കുകയാണ്. സർവം വിഷ്ണുമയം ജഗത്, എല്ലായിടത്തും വിഷ്ണു തന്നെയാണ്. ഇപ്പൊ വിഷ്ണു എന്നെ കൊല്ലാൻ വരുവോ, ഏത് കണ്ടാലും ഇത് വിഷ്ണു തന്നെയാണ്, വിഷ്ണു തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയാണ്. എപ്പോഴും നമ്മുടെ സാധാരണ ഭക്തി കൊണ്ട് വിഷ്ണുവിനെ ഉറപ്പിക്കുന്നത് പോലെ ഇവിടെ കംസന് ഭയം കൊണ്ട് ആ വിഷ്ണുവിനെ തന്നെ ഹൃദയകമലത്തിൽ ധ്യാനിച്ച് ഉറപ്പിക്കുകയാണ്. അപ്പൊ എല്ലാം വിഷ്ണുമയമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ കംസന്റെ ഉള്ളിൽ മറ്റ് ചിന്തകളൊന്നുമില്ല. ഏത് കണ്ടാലും വിഷ്ണു തന്നെ, വിഷ്ണു തന്നെ, വിഷ്ണു തന്നെ എന്നാണ് കംസന്റെ ചിന്ത മുഴുവൻ. ശ്ലോകം 24. ആസീന സംവിശൻ തിഷ്ഠൻ പുഞ്ചാന പര്യടൻ മഹീം ചിന്തയാനോ ഋഷികേശം അപശ്യത്തൻ മയം ജഗത്. ശ്ലോകം 25. ബ്രഹ്മാഭവശ്ച തത്രൈത്യ മുനിഭിർനാരദാദിഭിഃ ദേവൈ സാനുചരൈ സാഗം ഗീർഭിർവിഷണം വൃഷണമൈഡയൻ. ബ്രഹ്മാഹ ബ്രഹ്മ ഭവഃ ച തത്ര ഗേത്യ മുനിഭിഃ നാരദാദിഭിഃ ദേവൈഃ സാ അനുചരൈഃ സാഹം ഗീർഭിഃ വൃഷണം ഐഡയൻ. ബ്രഹ്മാവും ഭവാച്ച പരമശിവനും നാരദാദിഭിഃ നാരദൻ തുടങ്ങിയ മുനിഭിഃ മുനികളോടും സാനുചരൈ അനുചരന്മാരോടും കൂടിയ ദേവൈഹി സാഹം ദേവന്മാരോടുകൂടി തത്ര അവിടെ ഏത്യ പ്രാപിച്ചു. അപ്പോൾ എല്ലാവരും അവിടെ എത്തി. ഗീർഭി വാക്കുകൾ കൊണ്ട് വൃഷണം ഇഷ്ടദാതാവായ ഹരിയെ ഐഡയൻ സ്തുതിച്ചു. ഐഡയൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രത്യേകം പ്രത്യേകം സ്തുതിച്ചു. ആ ഭഗവാന്റെ ആ ഗർഭം ദേവകിയിൽ രൂപം പ്രാപിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ ആ സ്വരൂപം ദേവകിയിൽ ആ ഗർഭമായിട്ട് ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ദേവന്മാരെല്ലാവരും ഭഗവാനെ സ്തുതിക്കുകയാണ്. ഇനി ഭഗവാന്റെ സ്തുതിയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശ്ലോകം 25. ബ്രഹ്മാഭവശ്ച തത്രൈത്യ മുനിഭിർനാരദാദിഭിഃ ദേവൈ സാനുചരൈ സാഗം ഗീർഭിർവൃഷണമൈഡയൻ. ശ്ലോകം 26. ദേവാവോചോ സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം മൃത സത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഹ. ഇപ്പൊ ബ്രഹ്മാദി ദേവന്മാരെല്ലാം അവിടെ വന്ന് സ്തുതിക്കുകയാണ്. കാരാഗ്രഹത്തിൽ വന്ന് ദേവകിക്ക് കാണാൻ പറ്റും, മറ്റാർക്കും അവരെ കാണാൻ സാധിക്കുകയില്ല. ഇപ്പൊ ഇവിടെ 9 പ്രാവശ്യമാണ് സത്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. സത്യവ്രതം സത്യപരം ത്രിസത്യം
സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം ഹൃദസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഹ. അപ്പൊ ഭഗവാൻ സത്യസ്വരൂപനാണ്. സത്യം എന്ന് പറഞ്ഞാൽ ഒരു കാലങ്ങളിലും മാറ്റമില്ലാതെ നിലകൊള്ളുന്നവനാണ്. എല്ലാ കാലത്തിലും ഒരുപോലെ, ത്രികാലങ്ങളിലും ഒരുപോലെ നിലനിൽക്കുന്നവൻ, ഒരു കാലത്തിലും ഒരു മാറ്റവും ഉണ്ടാകാത്തവൻ. സത്യവ്രതം, ഭഗവാൻ സത്യവ്രതത്തോട് കൂടിയവനാണ്. അതായത് പ്രതിജ്ഞ ചെയ്ത സത്യം ഭഗവാൻ ഇതാ നിറവേറ്റിയിരിക്കുകയാണ്. ഒരിക്കലും ഭഗവാൻ കള്ളം പറയുകയില്ല. ഭഗവാൻ അതാ ദേവകിയുടെ ഗർഭത്തിൽ അവതരിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെ സത്യം മിഥ്യയാകില്ല. അതുകൊണ്ട് ഭഗവാനെ സത്യവ്രതം. അടുത്തത് സത്യപരം, സത്യമായ പ്രാപ്യസ്ഥാനത്തോട് കൂടിയവൻ. സത്യമായ പ്രാപ്യസ്ഥാനത്തോട് കൂടിയവൻ, അതായത് ഭഗവാൻ നാശരഹിതനാണ്. ശ്രേഷ്ഠ സ്ഥാനം ഭഗവാനാണ്. ഭഗവാൻ അതുകൊണ്ട് സത്യപരൻ തന്നെയാണ്. ഭഗവാനേക്കാൾ അപ്പുറമായിട്ട് വേറെ ഒരാൾ ഇല്ല. ഏറ്റവും ശ്രേഷ്ഠസ്ഥാനം ഭഗവാന് തന്നെയാണ്. സത്യത്തിൽ മാത്രം തൽപരനായി ഇരിക്കുന്നത് കൊണ്ട് ഭഗവാനെ സത്യപരൻ എന്ന് പറയുന്നു. രണ്ടാമത്തത് സത്യപരൻ. അടുത്തത് ത്രിസത്യം, 3 കാലങ്ങളിലും സത്യമായിരിക്കുന്നവൻ. എല്ലാ കാലത്തിലും, ഭൂത വർത്തമാന ഭാവി കാലങ്ങളിൽ എല്ലാ കാലത്തിലും മാറ്റമില്ലാതെ നിലകൊള്ളുന്നവൻ. അതാണ് ത്രിസത്യം. അടുത്ത സത്യസ്യ യോനിം. സത്യസ്യ എന്ന് വെച്ചാൽ ഭൂതപഞ്ചകത്തിന്റെ യോനി, കാരണമായിട്ടിരിക്കുന്നവൻ. സത്യസ്യ യോനിം, സത്യത്തിന്റെ യോനിയാകുന്നു ഭഗവാൻ. സത്യത്തിന്റെ യോനിയാകുന്നു. അപ്പോ സത്ത് എന്ന് പറഞ്ഞാൽ ഭൂമി, ജലം, അഗ്നി, ഈ 3 ഭൂതങ്ങളെയാണ് സത്ത് എന്ന് പറയുന്നത്. ത്യ എന്ന് പറഞ്ഞാൽ വായു, ആകാശം. അപ്പൊ ഇത് പഞ്ചഭൂതങ്ങളാണ്. സത്യം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ. അപ്പൊ സത്യം എന്ന വാക്കിന് പഞ്ചഭൂതങ്ങൾ എന്നർത്ഥം. അപ്പൊ അവയ്ക്ക് ഉൽപ്പത്തി സ്ഥാനമാണ്. അതുകൊണ്ടാണ് സത്യത്തിന്റെ യോനി എന്ന് പറഞ്ഞിരിക്കുന്നത്. പഞ്ചഭൂതങ്ങളുടെ പ്രാപ്യസ്ഥാനം, ഭഗവാനിൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടായത്. നമ്മൾ സൃഷ്ടിയുടെ ക്രമം പഠിച്ചപ്പോൾ പഠിച്ചു അല്ലെ. അപ്പൊ സത്യസ്യ യോനിം, പഞ്ചഭൂതങ്ങളുടെ കാരണമായിരിക്കുന്നവൻ. സത്യേ നിഹിതം, സത്യത്തിൽ വർത്തിക്കുന്നവൻ. സത്യേ നിഹിതം. അപ്പോ ഭഗവാൻ വ്യവഹാരാവസ്ഥയിൽ സത്യമായിരിക്കുന്നതിനാൽ വ്യാവഹാരിക സത്യമെന്ന് പറയപ്പെടുവാൻ യോഗ്യമായ ലോകത്തെ ഓരോ വ്യാപാരങ്ങളിൽ പ്രേരിപ്പിക്കുന്നതിനാൽ അങ്ങ് സത്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഭഗവാനാണ് ലോകത്തിലെ ഓരോ കാര്യങ്ങളിലും ഓരോരുത്തരെയും, ഇപ്പൊ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ എല്ലാം ഓരോ കാര്യത്തിൽ വ്യാപരിപ്പിക്കപ്പെടുന്നവൻ ഭഗവാനാണ്. അപ്പോ വ്യവഹാര അവസ്ഥയിൽ സത്യമായിരിക്കുന്നതിനാൽ വ്യാവഹാരിക സത്യമെന്ന് പറയപ്പെടാൻ യോഗ്യനാണ്. ഓരോ വ്യാപാരങ്ങളിൽ ലോകത്തെ പ്രേരിപ്പിക്കുന്നവൻ ഭഗവാനാണ്. അതുകൊണ്ട് സത്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി അടുത്തത് സത്യസ്യ സത്യം. സത്യസ്യ സത്യം. അപ്പൊ സത്യത്തിന്റെ സത്യമാണ്, സത്യരൂപനാണ്. ലോകത്തിന്റെ ലയാവസ്ഥയിലും അതുപോലെ നശിക്കാതെ അവശേഷിക്കുന്നവനായാൽ ഭഗവാൻ പാരമാർത്ഥിക സത്യസ്വരൂപനാകുന്നു. അപ്പോൾ ലോകം നശിക്കുമ്പോഴും ലോകം സ്ഥിതി ചെയ്യുമ്പോഴും സൃഷ്ടി നടക്കുമ്പോഴും ഭഗവാന് യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് ഭഗവാൻ എന്താണ്? സത്യസ്യ സത്യം. എല്ലാത്തിൻ്റെയും ആദി കാരണം ഭഗവാനാണ്. ലോകോൽപ്പത്തിക്ക് മുമ്പും ലോകം ഉള്ളപ്പോഴും ലോകത്തിന് നാശമുണ്ടാകുമ്പോഴും പരമാർത്ഥ സത്യമായിട്ട് ഭഗവാൻ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഭഗവാനെ ത്രിസത്യൻ എന്ന് പറയുന്നു.
സത്യം ഋതം സത്യ നേത്രം. ഋത സത്യ നേത്രം. സുനിർതമായ വാക്കും സമദർശനവും ഉള്ളവന് ഭഗവാനെ പ്രാപിക്കാൻ കഴിയുന്നവനാണ്. അതുകൊണ്ട് ഭഗവാൻ ഋതസത്യനേത്രനാണ്. അപ്പോൾ നേരായ രീതിയിൽ ചിന്തിക്കുന്നവനും നല്ല സമദർശനമുള്ളവനും ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ എന്തു പറയുന്നു? ഋതസത്യ നേത്രൻ എന്ന് പറയുന്നു. ഋതസത്യ നേത്രം. സത്യവാക്കിനെയും സമദർശനത്തിനെയും പ്രാപിക്കുന്നവൻ. സത്യാത്മകം, സത്യസ്വരൂപനായിരിക്കുന്ന ത്വാം നിന്തിരുവടിയെ ശരണം രക്ഷയായിട്ട് പ്രപന്നാം പ്രാപിക്കുന്നവരായിട്ട് ഭവിക്കുന്നു. അപ്പോൾ ബ്രഹ്മാദി ദേവന്മാരുടെ സ്ഥിതി, അവരെല്ലാവരും നശിക്കുന്നവരാണ്. പക്ഷെ നശിക്കാത്ത ത്രികാലത്തിൽ നിലനിൽക്കുന്നത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ബ്രഹ്മാദി ദേവന്മാർക്കെല്ലാം പ്രാപ്യസ്ഥാനം ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? മോക്ഷേച്ഛ ഉള്ളവർ ഭഗവത് പാദത്തെ തന്നെ ആശ്രയിക്കണം. മറ്റതെല്ലാം നിസ്സാരമായി കരുതണം എന്നുകൂടി ഇതിന് അർത്ഥമായിട്ടെടുക്കാം. അതുപോലെ സാധന ചതുഷ്ടയത്തെയും ഇത് സൂചിപ്പിക്കുന്നു. സാധന ചതുഷ്ടയം വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യർ പറയും. വിവേകം, വിരക്തി, ശമാധി ഗുണങ്ങൾ, മുമുക്ഷുത്വം. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ആ നിത്യമായ സത്യത്തെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എവിടെ തന്നെ ആശ്രയിക്കണം? പ്രാപ്യസ്ഥാനം ആ സത്യമായ സത്യസ്യ സത്യം ആയ ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാനെ തന്നെ നമ്മൾ ആശ്രയിക്കുക. അതുകൊണ്ട് നിത്യം നമിക്കുക, നിത്യം ഭജിക്കുക, നിത്യം സ്തുതിക്കുക കൃഷ്ണപാദാംബുജം. ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. 26. സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം ഋതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഹ. ശ്ലോകം 27. ഏകായനോസൗ ത്രിഫലസ്ത്രിമൂല ചതുരസ പഞ്ചവിദഷഡാത്മാ തത്വകഷ്ടവിടവോ നവാക്ഷോ ദശശ്ചതി ദിഖോ ഹ്യാദിവൃക്ഷഃ. പദച്ഛേദം. ഏകായനഃ അസൗ ദ്വിഫലഃ ത്രിമൂലഃ ചതുരസഃ പഞ്ചവിധഃ ഷഡാത്മാ സപ്ത ത്വക് അഷ്ട വിടവഃ നവാക്ഷഃ ദശച്ഛതി ദിഖഃ ഹ്യാദി വൃക്ഷഃ. ഇവിടെ പ്രപഞ്ചത്തെ ഒരു വൃക്ഷത്തിന്റെ രൂപമായിട്ട് കണക്കാക്കിയിരിക്കുന്നു. അതായത് ഭഗവത്ഗീതയിൽ പറയുമല്ല, ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം. അപ്പൊ അവിടെ സംസാര വൃക്ഷത്തെയാണ് പറയുന്നത്. ഇവിടെ പ്രപഞ്ചത്തെ ഒരു വൃക്ഷരൂപത്തിൽ പറഞ്ഞിരിക്കുന്നു. ഏക അയനഹ, ആ വൃക്ഷത്തിന്റെ അയനം, ആശ്രയം ഒരാൾ മാത്രമാണ്. അസൗ, ഈ ആദിവൃക്ഷത്തില് അസൗ ആദിവൃക്ഷക, ഈ ആദിവൃക്ഷം ഏകായനക, ഒരാശ്രയത്തോടു കൂടിയതാണ്. ഇവിടെ ആദിവൃക്ഷം എന്ന് പറയുന്നത് പ്രപഞ്ചത്തെയാണ് പറയുന്നത്. പ്രപഞ്ചത്തെ അതായത് വ്യഷ്ടിയിലും സമഷ്ടിയിലും നമുക്ക് പറയാം ഇതിന്. വ്യഷ്ടി രൂപത്തിലെന്ന് വെച്ചാൽ വ്യക്തികളിൽ, സമഷ്ടി എന്ന് വെച്ചാൽ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വൃക്ഷമായിട്ട് പ്രപഞ്ചം ഒരു വൃക്ഷമായിട്ട്, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വൃക്ഷമായിട്ട് കണക്കാക്കിയാൽ അതിന്റെ ആശ്രയം ഒരാൾ മാത്രമാണ്. അത് ദ്വിഫലം, രണ്ടു ഫലത്തോടു കൂടിയതാണ്. ഏതൊക്കെയാണ് ഫലങ്ങൾ? സുഖവും ദുഃഖവും. ത്രിമൂലം, 3 വേരുകളോട് കൂടിയതാണ്. 3 വേരുകൾ എന്ന് വെച്ചാൽ 3 ഗുണങ്ങൾ: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ചതുരസഹ, 4 രസത്തോടുകൂടി. 4 രസങ്ങൾ ഏതാണ്? പുരുഷാർത്ഥം. പുരുഷാർത്ഥങ്ങൾ ഏതാണ്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അങ്ങനെ 4 രസത്തോടു കൂടിയതും. പഞ്ചവിധ, 5 പ്രകാരത്തിൽ ഇരിക്കുന്നതും.
അപ്പോൾ ഈ പ്രപഞ്ച വൃക്ഷത്തെ അറിയണമെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ വേണം. പഞ്ചേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. ഇത് ജ്ഞാനേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ. ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ഈ വൃക്ഷത്തെ അറിയണം. അപ്പൊ അങ്ങനെ പഞ്ചവിധ, 5 പ്രകാരത്തിലിരിക്കുന്നവനും, ഷഡാത്മ 6 സ്വഭാവത്തിലിരിക്കുന്നവനും, 6 സ്വരൂപം അല്ലെങ്കിൽ ഷഡ്വികാരങ്ങൾ എന്ന് പറയും. ശോകം, മോഹം, ജര, മൃത്യു, വിശപ്പ്, ദാഹം. ഇതാണ് 6 വികാരങ്ങൾ. അല്ലെങ്കിൽ 6 വികാരങ്ങൾ ഇങ്ങനെയും പറയാം. ജായതേ അസ്ഥി വർദ്ധതേ പരിണായതേ ക്ഷീയതേ നശ്യതേ. ജായതേ ജനിക്കുന്നു, നിലനിൽക്കുന്നു, പിന്നെ വളരുന്നു, പിന്നെ അതിന് മാറ്റം വരുന്നു, ക്ഷയം വരുന്നു, അവസാനം നാശം വരുന്നു. ഇങ്ങനെ 6 വികാരങ്ങൾ 2 തരത്തിലും പറയാം. അതാണ് ഷഡാത്മ, 6 ഭാവത്തിലിരിക്കുന്നതും. സപ്ത ത്വക്ക് 7 തോലുകളോട് കൂടിയതും. 7 ധാതുക്കൾ. നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് 7 ധാതുക്കൾ കൊണ്ടാണ്. ഏതൊക്കെയാണ്? ത്വക്ക്, മാംസം, രക്തം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം. ഇങ്ങനെ 7 ധാതുക്കൾ കൊണ്ടാണ് ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് വൃക്ഷത്തിന്റെ 7 തോലുകൾ എന്ന് പറയുന്നത്. അഷ്ടവിടഭ 8 കൊമ്പുകളോട് കൂടിയതാണ്. 8 കൊമ്പുകൾ ഏതൊക്കെയാണ്? പഞ്ചഭൂതങ്ങൾ 5. ഏതൊക്കെ? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഈ 5 എണ്ണവും. പിന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം. അപ്പൊ 8. ഇതാണ് 8 വൃക്ഷത്തിന്റെ 8 കൊമ്പുകൾ എന്ന് പറയുന്നത്. പഞ്ചഭൂതങ്ങളും മനസ്സ്, ബുദ്ധിയും അഹങ്കാരം. പിന്നെയോ നവ അക്ഷോ 9 അക്ഷങ്ങൾ, 9 ദ്വാരങ്ങൾ. 9 ദ്വാരങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ 9 ദ്വാരങ്ങൾ ഏതൊക്കെയാണ്? 2 കണ്ണുകൾ, കണ്ണിന്റെ 2 ദ്വാരങ്ങൾ, ചെവിയുടെ 2 ദ്വാരങ്ങൾ, 4ആയി. അതിന് മൂക്കിന്റെ 2 ദ്വാരങ്ങൾ, 6ആയി. വായു 1, 7. മലദ്വാരം 1, 8. മൂത്രദ്വാരം 1, 9. അങ്ങനെ 9 ദ്വാരങ്ങളോട് കൂടിയത്. അപ്പൊ ഞാൻ അത് പറഞ്ഞല്ലോ, വെഷ്ടി രൂപത്തിലും നമുക്ക് നോക്കാം, സമഷ്ടി രൂപത്തിലും നോക്കാം. വെഷ്ടി രൂപത്തിലാകുമ്പോൾ ഓരോരുത്തരുടെയും, അപ്പൊ അതാണ് നമ്മുടെ ശരീരത്തിൽ 9 ദ്വാരങ്ങളുണ്ടല്ലോ. അപ്പൊ ഈ വൃക്ഷത്തിന് 9 ദ്വാരങ്ങളുണ്ട്. ദശച്ഛതി 10 ഇലകളോട് കൂടിയത്. 10 ഇലകൾ എന്ന് പറഞ്ഞാൽ ദശപ്രാണന്മാരെയാണ്. ഏതൊക്കെയാണ് പ്രാണന്മാർ? പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ. അത് 5 മുഖ്യപ്രാണൻ. പ്രാണൻ, അപാനൻ, സമാനൻ, വ്യാനൻ, ഉദാനൻ. അത് മുഖ്യപ്രാണനാണ്. പിന്നെ ഉപപ്രാണന്മാരുണ്ട്. ഏതൊക്കെ? കൃകലൻ, നാഗൻ, കൂർമൻ, ദേവദത്തൻ, ധനഞ്ജയൻ. അപ്പൊ ഇതെല്ലാം ഓരോന്നും നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവൃത്തികളാണ് നിർവഹിക്കുന്നത്. അപ്പൊ അങ്ങനെ 5 പ്രാണന്മാരും 5 ഉപപ്രാണന്മാരും ചേർന്നാണ് ശരീരവൃത്തികൾ, ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്നത്. ഏറ്റവും അവസാനം ശരീരത്തിൽ നിന്ന് പോകുന്ന പ്രാണനാണ് ധനഞ്ജയൻ. അതാണ് മരിച്ചു കഴിഞ്ഞ് കുറേ സമയവും അല്പച്ചൂടുള്ളത്. അപ്പോൾ ഉദാനനാണ് പുണ്യഫലങ്ങളെ അനുഭവിക്കാൻ പുണ്യലോകത്തിലേക്ക് പോകുന്നത്. പാപഫലത്തെ അനുഭവിക്കാൻ പാപലോകത്തേക്ക് പോകും. മരണശേഷം ശരീരം തണുത്തിരിക്കുന്നത് ഉദാനവായുവിന്റെ അഭാവത്താലാണ്. ഉദാനന്റെ സാന്നിധ്യത്തിൽ ശരീരം ഉദാനവായുവിന്റെ സാന്നിധ്യത്തിൽ ശരീരത്തിൽ ചൂട് അനുഭവപ്പെടുന്നു. ശരീരത്തിൽ ചൂടില്ലാത്തപ്പോൾ ഉദാനവായു മനസ്സിൽ ലയിച്ച് ഇന്ദ്രിയങ്ങളോടൊപ്പം ശരീരം വിട്ടുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് ദശച്ഛതി. 5 പ്രാണങ്ങൾ, മുഖ്യപ്രാണനും 5 ഉപപ്രാണനും, 10 പ്രാണങ്ങൾ. അതാണ് ദശച്ഛതി. ദി ഖഗഹ 2 പക്ഷികൾ, ജീവാത്മാവും പരമാത്മാവും. ഹി ആദിവൃക്ഷ, ഈ ആദിവൃക്ഷത്തിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ
വൃക്ഷത്തിന് ആശ്രയമാരാണ്? ഭഗവാനാണ് ഈ ആദിവൃക്ഷത്തിന്റെ ആശ്രയം. അതിലെ 2 ഫലങ്ങൾ സുഖവും ദുഃഖവുമാണ്. ത്രിഗുണങ്ങളാണ് ത്രിമൂലം എന്ന് പറയുന്നത്. 4 രസം എന്ന് പറയുന്ന പുരുഷാർത്ഥം, 5 പ്രകാരത്തിലിരിക്കുന്നത് എന്ന് പറയുന്നത് ജ്ഞാനേന്ദ്രിയങ്ങൾ, ഷഡാത്മാ എന്ന് പറഞ്ഞാൽ 6 സ്വഭാവം ഭാവങ്ങൾ, 6 വികാരങ്ങൾ, പിന്നെ സപ്തത്വക്കെന്ന് പറയുന്നത് 7 സപ്തധാതുക്കൾ, പിന്നെ 8 കൊമ്പുകൾ എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും, 9 ദ്വാരങ്ങൾ നവദ്വാരങ്ങൾ, 10 എന്ന് പറയുന്നത് ദശപ്രാണനം, പിന്നെ 2 പക്ഷികൾ എന്ന് പറയുന്നത് ജീവാത്മാവും പരമാത്മാവുമാണ്. അങ്ങനെയുള്ള ആദിവൃക്ഷത്തിന്റെ ഏകാശ്രയം എന്ന് പറയുന്നത് ഭഗവാനാണ്. ശ്ലോകം 27 ഒന്നുകൂടെ പറയാം. ഏകായനോ സൗദിഫലസ്ത്രിമൂല ചതുരസ പഞ്ചവിധ ഷഡാത്മാ സപ്തത്വകഷ്ടവിടഭോ നവാക്ഷോ ദശദീതി ഖഗോ യാദിവൃക്ഷകാം. ശ്ലോകം 29. ത്വമേക ഏവാസ്യ സദപ്രസൂതി സ്വം സന്നിധാനം ത്വമനുഗ്രഹശ്ച ത്വന്മായയാ സംവൃതചേതസസ്ത്വാം പശ്യന്തി നാനാന വിവശ്ചിതോ യേ. പദച്ഛേദം. ത്വം ഏകഃ ഏവ അസ്യ സതഃ പ്രസൂതിഃ ത്വം സന്നിധാനം ത്വം അനുഗ്രഹഃ ച ത്വന്മായയാ സംവൃത ചേതസഃ ത്വാം പശ്യന്തി നാനാ ന വിവഞ്ചിതഃ യേ. അന്വയാർത്ഥം. സതഃ സത്തായിരിക്കുന്ന അസ്യ ഇതിന്റെ പ്രസൂതി ഉൽപ്പത്തി സ്ഥാനവും സന്നിധാനം ലയസ്ഥാനവും അനുഗ്രഹവും ത്വം അങ്ങ് ഏകഃ ഒരുവൻ തന്നെ. അപ്പൊ എല്ലാത്തിന്റെയും ഉൽപ്പത്തി സ്ഥാനവും അതുപോലെ നിലനിൽപ്പും ലയിക്കുന്നതും അനുഗ്രഹവും എല്ലാം ഭഗവാൻ ഏകാശ്രയമാണ്. എല്ലാത്തിന്റെയും മൂലകാരണം ഭഗവാൻ തന്നെയാണ്. ത്വന്മായയാ നിന്തിരുവടിയുടെ മായയാൽ സംവൃത ചേതസഃ മറയ്ക്കപ്പെട്ട അറിവോട് കൂടിയവൻ. അതായത് ഭഗവാന്റെ മായ കൊണ്ടാണ് നമുക്ക് ഇല്ലാത്തത് ഉള്ളതായി തോന്നുന്നത്. ഈ പ്രപഞ്ചം ശരിക്കും പറഞ്ഞ പ്രപഞ്ചം മിഥ്യയാണ്. ജഗത് മിഥ്യ, ബ്രഹ്മ സത്യം. ബ്രഹ്മമാണ് സത്യമായിട്ടുള്ളത്. പക്ഷെ പ്രപഞ്ചം നമുക്ക് സത്യമായിട്ട് തോന്നുന്നു. കാരണം എന്താണ്? ഭഗവാന്റെ മായ നിമിത്തമാണ്. അതില് മറയ്ക്കപ്പെട്ട അറിവോടുകൂടി നമ്മുടെ അറിവെല്ലാം മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ത്വാം അങ്ങയെ നാനാ ബഹുരൂപനായിട്ട് പശ്യന്തി കാണുന്നു. അപ്പൊ ഏകനായ അങ്ങയെ അങ്ങയുടെ മായ മൂലം പല രൂപത്തിൽ കാണുന്നു. യഥാർത്ഥത്തിൽ ആകെ ഒരു ഈശ്വരൻ മാത്രമേ ഉള്ളൂ. നമ്മളെ പല രൂപത്തിൽ ഭഗവാനെ കാണുന്നു. അത് ഭഗവാന്റെ മായ നിമിത്തമാണ്. യാതൊരുത്തൻ വിവഞ്ചിത അറിവുള്ളവരോ അവർ അങ്ങനെ കാണുന്നില്ല. അറിവുള്ളവർ അങ്ങനെ കാണുന്നില്ല. എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാം ഏകം അദ്വൈതം ബ്രഹ്മ. എല്ലാം അദ്വൈതമാണ്, രണ്ടില്ലാത്ത ഒന്നാണ്. അതാണ് ബ്രഹ്മ. ദ്വൈതം ആയിട്ട് തോന്നുന്നത് അറിവില്ലാത്തവർക്ക്, മൂഢന്മാർക്കാണ് ഇത് ദ്വൈതമായിട്ട് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ. ഇപ്പൊ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നതും ഭഗവാനിൽ നിന്ന് തന്നെയാണ്, അത് ലയിക്കുന്നതും ഭഗവാനിൽ തന്നെയാണ്. അപ്പൊ പ്രപഞ്ചം എന്ന് പറയുന്നത് മിഥ്യയാണ്, ജഗത്ത് എന്ന് പറയുന്നത് മിഥ്യയാണ്. സത്യമായിട്ടുള്ള ഒരു വസ്തു മാത്രമേ ഉള്ളൂ. അതാണ് പല സത്യങ്ങൾ പറഞ്ഞത് അല്ലെ. എല്ലാ കാലങ്ങളിലും മാറ്റമില്ലാതെ നിൽക്കുന്ന ഒരേ ഒരു വസ്തു ഭഗവാൻ തന്നെയാണ്. ത്വമേക ഏവാസ്യ സദപ്രസൂതി ത്വം സന്നിധാനം ത്വമനുഗ്രഹസ്യ ത്വന്മായയാ സംവൃത ചേതസസ്ത്വാം പശ്യന്തി നാനാന വിഭജിതോയേ. അപ്പോൾ ദേവന്മാരുടെ പ്രാർത്ഥന ഇനിയുണ്ട്. 40 വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രാർത്ഥനയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വരേണമേ. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാക്കണം, നിത്യനായ ചിത്പ്രകാശ രൂപനേ വണങ്ങണം. കൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം,
ആ പദാബ്ജം തന്നില സദാ നമിച്ചിടുന്നു ഞാൻ. ആ പദാബ്ജം തന്നില സദാ നമിച്ചിടുന്നു ഞാൻ. ഹരി ഓം തത്സത്. ഹരി ഓം.